നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. മല്ലപ്പള്ളി പ്രസംഗ കേസിൽ മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയിൽ തിരിച്ചടി. ഭരണഘടനയെ അധിക്ഷേപിക്കുന്ന പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. പോലീസ് തിടുക്കത്തിൽ അന്വേഷണം നടത്തിയെന്ന് ഹൈക്കോടതി. സിബിഐ അന്വേഷണം വേണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം തള്ളി. രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. രാജിയില്ലെന്ന് സജി ചെറിയാനും പാർട്ടിയും. മന്ത്രിയായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. എന്റെ ജോലി പാലക്കാട് പോളിംഗ് ഇടിവിൽ ഞെട്ടിയിട്ടും വിജയം അവകാശപ്പെട്ടും മുന്നണികൾ. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നില്ലെന്ന് നേതാക്കൾ. സിപിഎമ്മുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ അപ്പൊ അവര് പറയുന്ന ഒരു മെജോറിറ്റിയിൽ പോലും നമ്മൾ പറയുന്ന മെജോറിറ്റി തന്നെയാണ് അവർ പറയുന്നത്. 40,000 സേഫ് രാഷ്ട്രീയ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര ചിഹ്നത്തിലാണെങ്കിൽ പോലും കൃത്യമായി അമ്മമാരും പ്രായമേറിയവരും ഏറെയുള്ള വോട്ടർമാരുടെ ബേസാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വോട്ട് എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു ബൂത്ത് അടിസ്ഥാനത്തിൽ. ആ ലിസ്റ്റ് അനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ പോളിംഗ് നടത്തി ആ വോട്ടുകൾ പരമാവധി പോളിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. ബിജെപി ശക്തി കേന്ദ്രമായ നഗരസഭയിലെ പോളിംഗ് കുറവിൽ പ്രതീക്ഷ വെച്ച് UDF. സീപ്ലെയിനിൽ CPM-ഉം CPI-യും നേർക്കുനേർ. ടൂറിസം വകുപ്പിനെ ലക്ഷ്യമിട്ട് TJ ആഞ്ചലോസ്. പദ്ധതി ലാഭമാകില്ലെന്നത് മറച്ചുവെച്ചെന്ന് ജനയുഗത്തിൽ ലേഖനം. ആലപ്പുഴയിൽ സീപ്ലെയിൻ ഇറക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറിയുടെ മറുപടി. ആഞ്ചലോസിന്റെ പ്രശ്നം മനസ്സിലാകുന്നില്ലെന്നും ആർനാസ്. CPM നിലപാട് സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കണമെന്ന് തന്നെയാണ്. ആലപ്പുഴയിലെ ടൂറിസം നല്ല രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയ്ക്ക് നല്ല രൂപത്തിലേക്ക് നമ്മുടെ കായൽ ടൂറിസവും അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വയനാട് ദുരന്ത സഹായം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാൻ ഒന്നിച്ചു നിൽക്കണമെന്ന MP-മാരോട് മുഖ്യമന്ത്രി. കേരളത്തോട് കടുത്ത അവഗണനയാണെന്നും യോഗത്തിൽ മുഖ്യമന്ത്രി. വയനാട്ടിലെ ദുരിതക്കാഴ്ചകളുമായി ന്യൂസ് 18 പരമ്പര. മറന്നോ വയനാടിനെ തുടരുന്നു. പ്രശ്നപരിഹാരം സങ്കീർണം. ബാങ്ക് വായ്പയുള്ളവർക്ക് മൊറട്ടോറിയം ആശ്വാസമാവില്ല. നടൻ മേഘനാഥന് വിട. അന്ത്യം ഇന്ന് രാവിലെ കോഴിക്കോട്ടെ ആശുപത്രിയിൽ. സംസ്കാരം ഷൊർണൂരിലെ വീട്ടിൽ അല്പസമയത്തിനകം. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ പ്രതിഷേധം കനക്കുന്നു. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. ശബരിമലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ തിരക്ക്. ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ 5 കോടിയുടെ വരുമാന വർധന. ഇന്നലെ വരെ എത്തിയത് 3,10,000 പേർ. അദാനിക്ക് അമേരിക്കയിൽ കുരുക്കായി കോഴക്കേസിൽ കുറ്റപത്രം. സൗരോർജ്ജ വിതരണ കരാറുകൾ നേടാൻ $256 കോടി കൈക്കൂലി നൽകി. നിക്ഷേപകരെ വഞ്ചിച്ചെന്നും US അറ്റോർണി ഓഫീസ്. അദാനിയെ സംരക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയെന്ന് രാഹുൽ ഗാന്ധി. JPC അന്വേഷണം വേണം. മുഖ്യമന്ത്രിയെ കരിങ്കൊടി വീശിയവർക്കെതിരായ കേസ് റദ്ദാക്കി. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ലെന്ന് ഹൈക്കോടതി. പ്രതിഷേധിക്കുമ്പോൾ കൊടിയുടെ നിറം നോക്കേണ്ടതില്ലെന്നും കോടതി. ശബരിമല സുവർണാവസര പ്രസംഗത്തിൽ PS ശ്രീധരൻ പിള്ളയ്ക്കെതിരായ കേസ് റദ്ദാക്കി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ശ്രീധരൻ പിള്ളയുടെ ഹർജിയിലാണ് ഉത്തരവ്. കോഴിക്കോട് കസബ പോലീസായിരുന്നു കേസെടുത്തത്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. സജി ചെറിയാന് ഹൈക്കോടതിയിൽ തിരിച്ചടി. ഭരണഘടനയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ മന്ത്രി സജി ചെറിയാനെതിരായ കേസ് വീണ്ടും അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ലായിരുന്നെന്ന വാദം ഹൈക്കോടതി തള്ളി. രാജിവെക്കണമെന്ന പ്രതിപക്ഷം ആവശ്യം സജി ചെറിയാനും തള്ളി. കേസന്വേഷണം അവസാനിപ്പിച്ച് സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി.
പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലത്തിന് കാത്തുനിൽക്കാതെ കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നെന്നും പ്രസംഗ സ്ഥലത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ മൊഴി എടുത്തിട്ടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. കേസ് അന്വേഷണം അവസാനിപ്പിച്ച മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് നിയമപരമല്ല. ദൃശ്യങ്ങളിലൂടെ സജി ചെറിയാന്റെ പ്രസ്താവന വ്യക്തം. ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവന. കേസ് അന്വേഷണത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ടുകൂടിയാണ് ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മന്ത്രിയെ വെള്ളപൂശിയുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട്. ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം CBI അന്വേഷണം വേണമെന്ന ഹർജിക്കാരൻ്റെ ആവശ്യം കോടതി തള്ളി. ഇതേ കേസിൽ മുമ്പ് കോടതി കേസെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ച സജി ചെറിയാൻ ഇത്തവണ അതിന് തയ്യാറല്ല എന്ന നിലപാടിലാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പഠിച്ച് നിയമപരമായി തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞത്. ഏത് ഭാഗത്താണ് പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാനത് വായിച്ചിട്ടില്ല. ആ അടിസ്ഥാനത്തിൽ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വീണ്ടും റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വിഷയത്തിൻ്റെ ഫൈൻഡിങ്സിലേക്ക് പോകാത്തത്രയും കാലം ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയമില്ല. അന്ന് ധാർമ്മികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ രാജിവെച്ചു. ആ ധാർമ്മികമായ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ച് മന്ത്രിയായി. എൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗത്തേക്കുള്ള ഫൈൻഡിങ്സിലേക്ക് ഇതുവരെ കോടതി വന്നിട്ടില്ല. കോടതിയുടെ വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുനരന്വേഷണം നടക്കട്ടെ. അതിന് ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോടതിയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാൻ സാധിക്കുന്ന നിലപാട്. എന്താണെന്നുള്ളത് നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. പ്രതീക്ഷിച്ചതുപോലെ പ്രതിപക്ഷം മന്ത്രിയുടെ രാജി ആവശ്യവുമായി രംഗത്തുണ്ട്. പ്രഥമ ദൃഷ്ട്യാൽ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വ്യക്തമാണ്. അപ്പോൾ പിൻവാതിലൂടെ ആദ്യം രാജിവെച്ച സജി ചെറിയാനെ പിൻവാതിലൂടെ വീണ്ടും മന്ത്രിയാക്കി നിയമിച്ച മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മറുപടിയാണ് ഈ ഹൈക്കോടതിയുടെ വിധി. അതുകൊണ്ട് അടിയന്തിരമായി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. കാരണം ഒരു അന്വേഷണം നടന്നപ്പോൾ നേരത്തെ മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അല്ല, അദ്ദേഹം പറഞ്ഞ കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം ഉള്ളതുകൊണ്ട് ഞാൻ മന്ത്രിയായിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം രാജിവെച്ചത്. സെയിം സിറ്റുവേഷൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ കേസിൽ സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. നേരത്തെയും നടന്നിട്ടുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും കേരള പോലീസ് ഈ കേസിൽ സജി ചെറിയാൻ അനുകൂലമായി നിന്നുകൊണ്ട് കേസ് തേച്ചുമാച്ച് കളയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കി നൽകിയത്. അങ്ങനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേസ് തേച്ചുമാച്ച് കളയുന്ന സ്ഥിതി, ആ സ്ഥിതി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഹൈക്കോടതി പ്രത്യേകം താൽപര്യമെടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മന്ത്രിസ്ഥാനത്ത് 1 വർഷം തികയ്ക്കും മുമ്പ് രാജിവെക്കേണ്ടി വന്ന നേതാവാണ് സജി ചെറിയാൻ. വാവിട്ട വാക്കുകളാണ് സജിക്ക് വിനയായത്. പോലീസ് ക്ലീൻ ചിറ്റിന്റെ ബലത്തിൽ 6 മാസത്തിനു ശേഷം മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വന്നു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സജി ചെറിയാന്റെ രാജി ആവശ്യം വീണ്ടും ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. 2022 ജൂലൈ 3 പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ CPM ഏരിയ കമ്മിറ്റി നടത്തിയ പരിപാടിയിൽ സജി ചെറിയാന്റെ പ്രസംഗം. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ സൈദ്ധാന്തിക വിഷയങ്ങളൊന്നും പറയുന്ന നേതാവല്ല സജി ചെറിയാൻ. സാധാരണ ജനങ്ങളുടെ ഭാഷയിലാണ് പ്രസംഗവും. പക്ഷേ അന്ന് കൈവിട്ടുപോയി. വിഷയം ഭരണഘടനയായതിനാൽ വിവാദവും കേസുമായി. രാജി ആവശ്യം ഉയർന്നു. തൊഴിലാളി അവകാശങ്ങളാണ് പറഞ്ഞത്. ഭരണഘടനയെ ബഹുമാനിക്കുന്ന ആളാണ് തുടങ്ങിയ ന്യായീകരണങ്ങളൊന്നും ഏശിയില്ല. കേസായതോടെ രാജിവെക്കാൻ പാർട്ടി നിർദ്ദേശിച്ചു. 2021 മെയ് 20 മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സജി ചെറിയാൻ 2022 ജൂലൈ 6 മന്ത്രിസ്ഥാനം രാജിവെച്ചു. പ്രസംഗത്തിൽ മനഃപൂർവ്വം ഭരണഘടനയെ അവഹേളിക്കാൻ സജി ചെറിയാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പോലീസ് കണ്ടെത്തി. കേസ് അവസാനിപ്പിക്കാൻ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. പോലീസിന്റെ ക്ലീൻ ചിറ്റ് കിട്ടിയതോടെ കോടതി തീർപ്പിന് മുമ്പ് സജി ചെറിയാനെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചു. ധാർമ്മികതയുടെ പേരിലായിരുന്നു രാജിയെന്നും തെറ്റുകാരനല്ലെന്ന് കണ്ടെത്തിയതിനാൽ തിരിച്ചെടുക്കുന്നു എന്നുമായിരുന്നു CPM വിശദീകരണം. രാജിവെച്ച് 182 ദിവസം
2023 ജനുവരി 4 സജി ചെറിയാൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിയാക്കാനുള്ള ശുപാർശ അംഗീകരിക്കാൻ ആദ്യം മടിച്ച ഗവർണർ ഭാവിയിൽ ഈ വിഷയത്തിൽ തിരിച്ചടിയുണ്ടായാൽ ഉത്തരവാദിത്വം സർക്കാരിനാവും എന്നറിയിച്ചാണ് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. സജി ചെറിയാൻ രാജിവെക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോടതിയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാൻ സാധിക്കുന്ന നിലപാട്. എന്താണെന്നുള്ളത് നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതാ ഞാൻ പറഞ്ഞത് അതാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് പാർട്ടിയും ഗവൺമെൻറ്റും ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതൊക്കെ അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലപാട് സ്വീകരിക്കാൻ നിയമപരമായിട്ട് എന്തൊക്കെ വേണോ അത് ചെയ്യുക. അതാണ് അതിലുള്ള എടുക്കാനുള്ള കാര്യം. സജി ചെറിയാന്റെ രാജിക്ക് വേണ്ടി പ്രക്ഷോഭത്തിനൊന്നും കോൺഗ്രസിന് സമയമില്ലെന്ന് MM ഹസൻ. ജനകീയ വിഷയങ്ങൾ പോലും ഏറ്റെടുക്കാൻ സമയം തികയുന്നില്ല. ഭരണഘടനാ സംരക്ഷണത്തിനായി കോൺഗ്രസ് ക്യാമ്പയിൻ നടത്തുമെന്നും MM ഹസൻ പറഞ്ഞു. മറ്റൊരു വാർത്തയിലേക്ക്. വൃക്ക രോഗിയോട് ബാങ്കിന്റെ ക്രൂരത. കരിമുകൾ സ്വദേശി ജിജോ വർഗീസിന് ജപ്തി നോട്ടീസ് അയച്ച് യൂണിയൻ ബാങ്ക്. 2021 ഫെബ്രുവരിയിൽ ജിജോയുടെ വൃക്ക മാറ്റിവെച്ചിരുന്നു. ദുരവസ്ഥ അറിയിച്ചിട്ടും ബാങ്ക് ജപ്തി നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ബാങ്ക് നമ്മൾ അറിയിച്ചിട്ടില്ല. ഞാൻ വക്കീൽ മുഖാന്തരം ബന്ധപ്പെട്ടപ്പോൾ വക്കീൽ പറഞ്ഞു ഇങ്ങനെ ഒരു അദാലത്ത് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുമാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ അദാലത്തിന് പോയാലും നമ്മൾ ഈ ഇത്രയും എമൗണ്ട് നമ്മൾ അന്നേരം കോടതിയുടെ വിധി അനുസരിച്ച് നമ്മൾ അടയ്ക്കേണ്ടി വരുമല്ലോ. അത് കാരണം കൊണ്ട് അത് പെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഞാൻ വീട് വിൽക്കാൻ വേണ്ടി അടിച്ചതാണ്. നമ്മളിത് ഈ ഏരിയയിൽ മൊത്തം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ എല്ലായിടത്തും കൂടെ ഒന്ന് ഒട്ടിച്ചൊക്കെ നടന്ന. പക്ഷേ ഈ കൊറോണ കഴിഞ്ഞുള്ള ഈ സാഹചര്യത്തിൽ ആരെങ്കിലും ഇത്രയും എമൗണ്ട് ഒന്നും എടുത്ത് ഇത് മേടിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇത് കച്ചവടം നടക്കാത്തത്. അവർ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോവാണ്ട് ഇവിടെ തന്നെ പിടിച്ച് നിൽക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ നിലവിൽ നമ്മൾ MLAക്ക് ഇതിനു വേണ്ടി ഒരു നിവേദനം കൊടുത്താണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നമ്മൾ അന്നേരം ഇത് നടന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ അതിനകത്ത് ഞാൻ അപേക്ഷിച്ചാണ്. പക്ഷേ കേരള സർക്കാരിൻ്റെ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കീഴിൽ പെട്ട ബാങ്കല്ല ഇത്, നാഷണൽ റിസർവ് ബാങ്ക് ആയതുകൊണ്ട് അവർക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത്. ആജ്ഞ രവീന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ, മനസാക്ഷിയില്ലാത്ത നടപടിയാണല്ലോ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ പണം അടയ്ക്കാൻ പരമാവധി കഴിയുന്ന വഴികളെല്ലാം ജിജോ തേടിയിട്ടുമുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഒരു പ്രതിവിധി ഉണ്ടാകാത്ത അവസ്ഥയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുകയാണോ ആ കുടുംബം? അതെ അറിയാം. നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചപ്പോൾ ജിജോ തന്നെ അദ്ദേഹത്തിന്റെ ദുരവസ്ഥ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. കാരണം 2021 ഫെബ്രുവരിയോ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു. അതേ തുടർന്ന് ഇങ്ങോട്ട് 12,000 രൂപയോളം അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് മാസം, അതായത് മരുന്നുകൾക്ക് വേണ്ടി മാത്രം അദ്ദേഹത്തിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു മരുന്ന് മാത്രമാണ് കാരുണ്യം, അതായത് വിലക്കുറവ് ലഭിക്കുന്നത്. ബാക്കിയെല്ലാം വലിയ തുക നൽകി മരുന്ന് വാങ്ങേണ്ടുന്ന സാഹചര്യമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്. എന്തായാലും 2019 എടുത്ത ലോണാണ്. അതുവരെയുള്ള കാലഘട്ടത്തിൽ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ബാങ്കുകൾക്ക് ലോണുകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ച സമയത്ത് മാത്രമാണ് അദ്ദേഹം അതിൽ നിന്നൊരു ഇളവ് തേടിയത്. അല്ലാതെ എല്ലാ മാസവും കൃത്യമായി 16 ലക്ഷം രൂപ ലോൺ എടുത്തതിന്റെ കൃത്യമായ ഗഡുക്കൾ അദ്ദേഹം അടച്ചു പോന്നിരുന്നതാണ്. പക്ഷെ തുടർന്ന് ഇങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് അദ്ദേഹം വരുന്നു. വൃക്ക സംബന്ധമായ അസുഖം വരുന്നു. തുടർന്ന് അതിന്റെ ചികിത്സ തേടുന്നു. അതേ തുടർന്ന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് മാറുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ബാങ്കിലെ ലോണ് പെൻഡിങ് ആക്കുന്ന, അല്ലെങ്കിൽ അടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വന്നത്. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ തന്നെ ഈ ബാങ്കുകളുടെ മറ്റ് നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ തന്നെയാണ് ബാങ്ക് 23,18,118 രൂപ ഈ ജപ്തി നോട്ടീസ് വീടിന്റെ മുന്നിൽ പതിച്ചിട്ടുണ്ട്. നമ്മള് ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് വീടിന്റെ മുന്നിൽ വന്ന് പതിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് വീട് വിൽക്കാനുള്ള ഒരു സാഹചര്യം വേണമെന്ന് മാത്രമാണ് അദ്ദേഹം ബാങ്കിനോട് ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം ഉന്നയിച്ചപ്പോൾ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി എങ്ങനെയായിരുന്നു ആജ്ഞ? അതിനൊരു സാവകാശം നൽകിയിട്ടില്ല എന്നാണ് ആര്യ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ബാങ്ക് അതിൽ നിന്നും ഈടാക്കേണ്ടുന്ന തുക ബാങ്ക് അത് ലേലത്തിന് വെക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈടാക്കേണ്ട മാക്സിമം തുകയെന്ന്
കാണിച്ചിരിക്കുന്ന 28 ലക്ഷം രൂപയാണ്. പക്ഷെ ഇവർക്ക് ആ വീട് വിറ്റാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാമ്പത്തികം കൊണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ തുടർ ചികിത്സകൾ മര്യാദയ്ക്ക് നടത്താൻ കഴിയും. പക്ഷെ കുടുംബത്തിന്റെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റിന് വേണ്ടി ഞങ്ങൾക്കുള്ള നീങ്ങാൻ കഴിയും, വീട് വിൽക്കുന്ന സാഹചര്യം. പക്ഷെ ബാങ്ക് അതിന് തയ്യാറാകുന്നില്ല. ശരി, ഞാൻ ആജ്ഞയിലേക്ക് വരാം. ഇപ്പോൾ കരിമുകൾ നോർത്ത് 2ാം വാർഡ് മെമ്പർ ശ്രീമതി ഷാനിഫ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി ഷാനിഫ, തങ്ങളുടെ ശ്രദ്ധയിൽ ഈ ജോജുവിന്റെ വിഷയം വന്നിട്ടുണ്ടാകും സ്വാഭാവികമായും എന്ന് കരുതുന്നു. വല്ലാത്തൊരു ദുരവസ്ഥയിലാണ് ആ കുടുംബമുള്ളത്. ആ ചെറുപ്പക്കാരനൊരു വൃക്കരോഗത്തെയൊക്കെ അതിജീവിച്ച് അതിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ കൂടിയാണ്. വീട് വിറ്റു പോകുന്നില്ല എന്നുള്ള ഒരവസ്ഥ കൂടിയുണ്ട്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഏതൊക്കെ തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയും എന്നുള്ളതാണ് കരുതുന്നത്. എന്തെങ്കിലും ഒരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടോ? അല്ല, ഇതിനു മുമ്പ് അസുഖവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അറിഞ്ഞിരുന്നത്. പക്ഷെ ഇന്നിപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബാങ്കിൽ നിന്ന് ജപ്തി ആയിട്ടുണ്ട്, അപ്പൊ എന്തെങ്കിലും ഒരു ഇടപെടൽ ചെയ്യണം. അപ്പൊ ഞാൻ അടുത്തുള്ള കാർബണിൽ ഒരു ലെറ്റർ കൊടുക്കാന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു തുടർ നടപടി ഏത് തരത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? കാരണം ജിജോയാണ് കുടുംബനാഥനും ജിജോയുടെ വരുമാനം കൊണ്ടാണ് കുടുംബം നടന്നു പോകുന്നത്. അതിനിടയിലാണ് ജിജോ ഒരു വൃക്കരോഗിയായതും അതിന് ഇപ്പോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. എന്നാലും ഒരു ഭീമമായ സംഖ്യ വേണം, അതിന് ചികിത്സയ്ക്ക് വേണം, അതുപോലെ തന്നെ അവരുടെ കുടുംബ ചെലവിന് വേണം, അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസം. അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ ജപ്തി നോട്ടീസും വന്നിരിക്കുന്നത്. അതെ, ഇനി മുകളിലുള്ള ജനപ്രതിനിധികളോട് ഈ വിഷയം അറിയിക്കാൻ ആലോചിക്കുന്നുണ്ടോ? പറയണം, കാരണം ഞാൻ ഇന്നാണ് ഈ ജപ്തി നടപടിയുടെ കാര്യങ്ങൾ ഇന്ന് അറിഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ പഞ്ചായത്തിലും എല്ലാവരോടും പറയാമെന്ന് വിചാരിക്കുന്നു. ശരി ശരി, വളരെ നന്ദി ശ്രീമതി ഷാനിഫ വിഷയത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ആജ്ഞ, ഷാനിഫ പറയുന്നത് അവർ വേണ്ട വിധത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യും, മുകളിലുള്ള ജനപ്രതിനിധികളോടക്കം ഈ വിഷയം സംസാരിക്കും, വേണ്ട ഇടപെടൽ നടത്തും എന്നുള്ളതാണ്. ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അതായത് നേരത്തെ തന്നെ ഈ മെമ്പറുമായി ബന്ധപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ അവർ കൃത്യമായി പറഞ്ഞിരുന്നു, അതായത് ഇങ്ങനെ അവരെ ഇറക്കി വിടാൻ സമ്മതിക്കില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടിലായിരുന്നു അവര് നമ്മളോട് സംസാരിച്ചിരുന്നത് തന്നെ. അതായത് നാട്ടുകാരുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ചികിത്സ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിലവിൽ ഈ വലിയ തുക കണ്ടെത്തുക ഇവരെ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടാണ്, ഏറ്റവും പ്രയാസകരമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു രോഗാവസ്ഥയിലിരിക്കുന്ന ആളുടെ കുടുംബത്തിലേക്ക് മറ്റു വരുമാന മാർഗങ്ങൾ ഉള്ള ഈ അംഗങ്ങളൊന്നും ഈ വീട്ടിലില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ അങ്ങനെ മാനസികമായ അതിസമ്മർദ്ദത്തിലേക്ക് കടത്തിവിടാം എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ബാങ്ക് നടപടികൾ കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. പക്ഷെ ബാങ്ക് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാവകാശമാണ് ഇവരെ കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്. അതായത് വീട് വിൽക്കണം, വീട് വിൽക്കാനുള്ള സാഹചര്യം, അതായത് വീട് വിൽക്കാനുള്ള ഒരു സാവകാശം അവർക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് മീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബാങ്ക് അത് ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയായിരിക്കും ഇത് പോവുക. അതല്ലെങ്കിൽ അത് തന്നെയല്ല, 23,118,118 രൂപ എന്ന് പറയുന്ന തുക ഈടാക്കിക്കൊണ്ട് ഇവർ ബാങ്ക് തന്നെ അത് ലേലത്തിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന 28 ലക്ഷം രൂപയാണെന്ന് ജിജോ പറയുന്നു. അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ തന്നെ വരുമ്പോൾ തന്നെ 5 ലക്ഷം രൂപയാണ്, അല്ലെങ്കിൽ അതിന് ഏതാണ്ട് 5 ലക്ഷം മതിപ്പ് തുകയാണ് അവരുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കുടുംബം മുഴുവൻ പിന്തുണ നോക്കണം, അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവുകൾ നോക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതായത് ഒരു തരത്തിലും അവരെ സാമ്പത്തികമായി അങ്ങേയറ്റം ബാധ്യതയിലേക്ക് തന്നെ തള്ളിവിടുന്ന ഒരു അവസ്ഥ തന്നെയാണ് പിന്നീട് ആയാലും ഉണ്ടാവുക ബാങ്കിന്റെ ജപ്തി നടപടികൾ നടന്നത്. അതേസമയം അവർക്ക് ഈ പറയുന്ന അവർ ആവശ്യപ്പെട്ട ഒരു സാവകാശം നൽകിയത് ഈ നിയമ നടപടികളുമായി ജിജോ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് തന്നെയാണ്. അതിന് വലിയ ഫീസൊക്കെ വേണ്ടി വരുന്ന ഒരു സാഹചര്യം അവരെ പേടിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു അഭിഭാഷകരെ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾക്ക് അവർ ഈടാക്കുന്ന അത്തരത്തില് ലീഗൽ സർവീസസ് സൊസൈറ്റിയെ സമീപിക്കുകയോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അവരുടെ മുന്നിലുണ്ട്. എന്തായാലും നിയമ നടപടികളിലേക്ക് അദ്ദേഹം പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവരെ ഇറങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരു മനുഷ്യന് നമ്മൾ ആ വിഷ്വലിൽ കാണാം, ഒരു മനുഷ്യന് അങ്ങേയറ്റം സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഈ രോഗാവസ്ഥയിൽ ഇല്ലാത്ത ആളാണെങ്കിൽ പോലും അങ്ങേയറ്റം സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായും അത് ആ രോഗാവസ്ഥ കൂടി വരുമ്പോൾ അതിന്റെ ഭാരിച്ച ചികിത്സാ ചിലവ് കൂടി വരുമ്പോൾ അത് ഇരട്ടി പ്രശ്നമായി മാറുന്നു, പ്രതിസന്ധിയായി മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും ജിജോ വർഗീസിന്റെ ദുരവസ്ഥ അത് അധികാരികൾ വേണ്ട വിധത്തിൽ അവർക്ക് സഹായം എത്തിച്ച് നൽകിക്കൊണ്ട് അവർക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആ ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത് അധികാരികൾ കാണട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.
മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. കൂട്ടിക്കിഴിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. പോളിംഗ് ശതമാനം കുറഞ്ഞത് അമ്പരപ്പുണ്ടാക്കുന്നുണ്ടെങ്കിലും പാലക്കാട് മുന്നണി നേതൃത്വങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സ്വന്തം ശക്തി മേഖലകളിലെ വോട്ടുകൾ പരമാവധി പെട്ടിയിലാക്കിയെന്ന് കരുതുമ്പോഴും അടിയൊഴുക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത മുന്നണി നേതൃത്വങ്ങൾ തള്ളിക്കളയുന്നില്ല. നാടിളക്കിയുള്ള പ്രചരണം വോട്ടിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചില്ല എന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കും. 75% അതിന് മുകളിലോ ആണ് പോളിംഗ് പ്രതീക്ഷിച്ചത്. എന്നാൽ 5% പോളിംഗ് കുറഞ്ഞു. സ്വന്തം വോട്ടുകളെല്ലാം പെട്ടിയിലെന്ന് കരുതുമ്പോഴും പോളിംഗ് കുറഞ്ഞത് കണക്കെടുപ്പ് പ്രവചനാതീതമാക്കുന്നു. ഗ്രാമമേഖലകളേക്കാൾ നഗരസഭാ പരിധിയിൽ വോട്ടിംഗിൽ കുറവ് രേഖപ്പെടുത്തി. വമ്പൻ തെരഞ്ഞെടുപ്പ് പ്രചരണം പോളിംഗ് ശതമാനം വർദ്ധിപ്പിച്ചില്ല. വോട്ടെടുപ്പ് തീയതി നീട്ടിവെച്ചത് കൽപ്പാത്തിയിൽ വോട്ടിംഗിൽ പ്രകടമായില്ല. കണ്ണാടി പഞ്ചായത്തിൽ പൊതുശരാശരിയേക്കാൾ 3% അധിക വോട്ടുകൾ കുറഞ്ഞു. 3 മുന്നണികളുടെയും കണക്കുകൾ ഇങ്ങനെയാണ്. മണ്ഡലത്തിലെല്ലാം അനുകൂല ഘടകങ്ങളാണെന്ന് UDF കണക്കുകൂട്ടുന്നു. ഭൂരിപക്ഷം 10,000 വരെ ഉയർന്നേക്കാം. ന്യൂനപക്ഷ ഏകീകരണമുണ്ടായി. സരിന് എതിർചേരിയിൽ സ്വീകാര്യത കിട്ടിയില്ല. BJP വോട്ടുകളിൽ പിളർപ്പുണ്ടായി. ഇതൊക്കെയാണ് UDFന്റെ കണക്കുകൂട്ടൽ. ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കരുതുന്ന BJP ഇടതുമുന്നണി രണ്ടാമതെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകളിൽ പിളർപ്പുണ്ടായി. സന്ദീപ് വാര്യർ UDFിലെത്തിയത് ഗുണം ചെയ്തു. നഗരത്തിലെ ശക്തി മേഖലകളിൽ കനത്ത പോളിംഗ്. ഇതൊക്കെയാണ് BJPയുടെ ആത്മവിശ്വാസം. വിജയത്തിനടുത്തെത്തിയ പ്രകടനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നത് ഇടതുമുന്നണിയുടെ പ്രതീക്ഷയാണ്. രണ്ടാമതെത്തുമെന്ന് ഉറപ്പ്. സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത വർദ്ധിച്ചാൽ ഒരുപക്ഷെ വിജയിച്ചേക്കാം. 10,000 വോട്ടുകൾ അധികമായി സമാഹരിക്കും. BJP മൂന്നാമതെത്തുമെന്നും ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. നാടിളക്കിയുള്ള പ്രചരണം നടത്തിയിട്ടും ഇത് പോളിംഗിൽ പ്രതിഫലിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കും. ഇരട്ട വോട്ട് വിവാദം പോളിംഗിൽ പ്രതിഫലിച്ചതായി കാണാനാവുന്നില്ല. ഫലത്തിൽ അവകാശവാദങ്ങൾക്കപ്പുറം പ്രവചനാതീതമാണ് പാലക്കാടിന്റെ രാഷ്ട്രീയമെന്നുറപ്പ്. ന്യൂസ് 18 പാലക്കാട്. CPM അനുഭാവികളുടെ വോട്ടും BJPയിലെ അസംതൃപ്തരുടെ വോട്ടും ലഭിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. UDF ക്യാമ്പിൽ വോട്ട് ചോർച്ചയുണ്ടാകുമെന്നും അത് അനുകൂലമാകുമെന്നുമാണ് സരിന്റെ കണക്കുകൂട്ടൽ. പോളിംഗ് ശതമാനത്തിലെ കുറവ് LDFനും UDFനും തിരിച്ചടിയാകുമെന്ന് C. കൃഷ്ണകുമാർ പറഞ്ഞു. പോൾ ചെയ്തതിൽ പകുതി വോട്ട് എന്തായാലും നമ്മളിലേക്ക് വരുമെന്നാണ്. പകുതി വോട്ട് വന്നില്ലെങ്കിൽ പോലും കംഫർട്ടബിളായി ജയിക്കാനുള്ള വോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. LDFന് കൃത്യമായി കിട്ടേണ്ട രാഷ്ട്രീയ വോട്ടുകൾ 40,000 ആണ് എന്നുള്ള അസസ്മെന്റ് ഉണ്ടായിരുന്നു. 40,000 സേഫ് രാഷ്ട്രീയ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര ചിഹ്നത്തിലാണെങ്കിൽ പോലും കൃത്യമായി അമ്മമാരും പ്രായമേറിയവരും ഏറെയുള്ള വോട്ടർമാരുടെ ബേസാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വോട്ട് എന്ന് പറയുന്നത്. അവരൊക്കെ സന്തോഷത്തോടെ, എന്റെ പേടി അവിടെയായിരുന്നു. ചിഹ്നം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടും അവരെന്ന് തിരിച്ചുവെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും അങ്ങനെ പ്രതികരിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു ബൂത്ത് അടിസ്ഥാനത്തിൽ. ആ ലിസ്റ്റ് അനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ പോളിംഗ് നടത്തി ആ വോട്ടുകൾ പരമാവധി പോളിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. അതിൽ ഞങ്ങൾ 100% വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായിട്ട് ലഭിക്കാനും അതോടൊപ്പം തന്നെ 2 മുന്നണികൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കേണ്ട പഞ്ചായത്തുകളിൽ അവർ പുറകിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവും അത് 2 മുന്നണികളെയും ബാധിക്കും. LDF സെന്റിമെന്റേഴ്സിന്റെ വോട്ട് ഉറപ്പായിട്ട് കിട്ടും. CPMുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഫോൺ വിളിച്ചു. അപ്പൊ അവര് പറയുന്ന ഒരു മെജോറിറ്റിയിൽ പോലും നമ്മൾ പറയുന്ന മെജോറിറ്റി തന്നെയാണ് അവർ പറയുന്നത്. മാത്തൂരിൽ ഇത്തവണ UDFന് അനുകൂലമായിട്ടുള്ള ഒരു നല്ല വേവ് ഉണ്ടായി. ശ്രീ സന്ദീപിന്റെ അടക്കമുള്ള BJPയിൽ നിന്നൊരാൾ വരുന്നതിന്റെ സ്വാഭാവികമായ ഗുണം, BJP വിട്ടൊരാൾ കോൺഗ്രസിലേക്ക് വരുന്നതിന്റെ സ്വാഭാവികമായ ഗുണം സെക്കുലർ ഫോഴ്സിലൂടെ ഉണ്ടാകും. ഷാഫിക്ക് 2021 ലഭിച്ച ഭൂരിപക്ഷത്തെക്കാളും 2024 എനിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാളും അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാളും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാളും നല്ല ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഈ അവസാന കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞാൻ 12,000-നും 15,000-നും ഇടയിലുള്ള ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. ഒരു സർവകാല റെക്കോർഡ് UDF സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലുണ്ടാകും. 3 ഉപതെരഞ്ഞെടുപ്പുകളിലും UDF വിജയിക്കുമെന്ന് MM ഹസൻ. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ തുടർച്ചയാണ് പാലക്കാട്ടെ പത്രപരസ്യമെന്നും വർഗീയ വിദ്വേഷം ആളിക്കത്തിച്ച് പ്രചരണം നടത്തിയത് CPM ആണെന്നും MM ഹസൻ പറഞ്ഞു.
പാലക്കാട് പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നതെങ്കിൽ മഹാരാഷ്ട്രയിൽ ഉയർന്ന പോളിംഗ് ആണ് മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുന്നത്. 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. ഉയർന്ന പോളിംഗ് അനുകൂലമാകുമെന്ന പുറമേക്ക് അവകാശപ്പെടുമ്പോഴും നേതാക്കളുടെ ഉള്ളിലെ ആശങ്ക കടുത്തതാണ്. പുറത്തു വന്ന കണക്കനുസരിച്ച് 65.1% പോളിംഗ്. ഇതോ ഇത്ര വലിയ കണക്കെന്ന് സംശയം 70% മേൽ പോളിംഗ് പതിവായ കേരളീയർക്കുണ്ടാകാം. എന്നാൽ മഹാരാഷ്ട്രയിൽ 1995 ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണിത്. പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ച് ശിവസേന BJP സഖ്യത്തിന് ആദ്യമായി മിന്നും ജയം നൽകിയ 1995 മാത്രമാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലെത്തിയത്. അന്ന് 71.69% ജനങ്ങൾ അവകാശം വിനിയോഗിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61.39%, 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 61.4% പോളിംഗ്. 7 മാസം നടക്കുന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായിട്ടും വോട്ട് ചെയ്തവരുടെ എണ്ണം ഇത്തവണ കൂടി. 4% പേരാണ് ഇക്കുറി അധികമായി വോട്ട് ചെയ്തത്. എല്ലാ പാർട്ടികളുടെയും പരമ്പരാഗത ശക്തി മേഖലകളിൽ ഏറിയും കുറഞ്ഞും വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മറികടക്കാനായി പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ BJPക്കൊപ്പം RSSും നടത്തിയ താഴെത്തട്ടിലെ പ്രവർത്തനമാണ് വോട്ടിംഗ് ശതമാനം ഉയർത്തിയതെന്നാണ് BJP വാദം. എന്നാൽ മഹാവികാസ് അഘാഡിക്ക് അനുകൂലമായ വലിയ തരംഗമാണ് വോട്ടിംഗ് ശതമാനം ഉയർത്തിയതെന്ന് മറുപക്ഷവും വാദിക്കുന്നു. मुझे ऐसा लगता है कि जब जब वोटिंग परसेंटेज बढ़ता है तो BJP को ही उसका फायदा होता है. तो मैं ऐसा मानता हूं कि निश्चित रूप से ये जो बढ़ा हुआ वोटिंग परसेंटेज है ये BJP और हमारे अलायंस के लिए, महायुति के लिए ये फायदा हमको देगा और इसका फायदा हमको होगा. कांग्रेस की लीडरशिप में ही सरकार महाविकास आघाड़ी की बनेगी. जो मतदान का जो रुझान आ रहा है, कॉल आ रहा है, जो लोग मतदान के लिए जा रहे हैं, तो उसके आधार पर राज्य में कांग्रेस की सबसे ज्यादा कैंडिडेट चुन के आएंगे. महाविकास आघाड़ी की सरकार आएंगी, इसमें कोई दो मत नहीं है. എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊതുവെ മഹായുതിക്ക് മേൽക്കൈ നൽകുന്നുണ്ടെങ്കിലും ഇരു മുന്നണികളും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം ചെറുതാണ്. ശനിയാഴ്ച വോട്ടെണ്ണൽ കഴിയുമ്പോൾ സർക്കാർ രൂപീകരണത്തിനുള്ള വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് പരസ്യമായി ഇരു മുന്നണികളും പങ്കുവയ്ക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. സെക്രട്ടേറിയറ്റിൽ ശുചിമുറിയിലെ ക്ലോസറ്റ് പൊട്ടി വീണ് ഉദ്യോഗസ്ഥയ്ക്ക് ഗുരുതര പരിക്ക്. സെക്രട്ടേറിയറ്റ് അനക്സ് 1 ക്ലോസറ്റാണ് പൊട്ടി വീണത്. തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥയ്ക്കാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? യെസ്, വിനോദിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും അപകടം സംഭവിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ അനക്സ് 1 ക്ലോസറ്റിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥയ്ക്കാണ് പരിക്കു പറ്റിയിട്ടുള്ളത്. ഇവരെ ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. നിയമ പോരാട്ടം